വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നാം എല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ലോകത്ത് ജീവിച്ചിരുന്നു. അവിടെ വെച്ച് പല കരാറുകളും നാം ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ഈ ലോകത്തേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പുള്ള ആ ലോകത്തെക്കുറിച്ച് അറിയാവുന്നിടത്തോളം ഡേറ്റകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. നമുക്ക് നോക്കാം, രസകരവും കൗതുകവും നിറഞ്ഞ ആ ലോകത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എപ്രകാരമെല്ലാമായിരുന്നു, മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥകൾ അവിടെ എങ്ങനെയായിരുന്നു എന്നെല്ലാം നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇസ്ലാമിക വിശ്വാസപ്രകാരം മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ആത്മാക്കൾ വസിച്ചിരുന്ന ലോകത്തെയാണ് ആലമുൽ അർവാഹ് എന്ന് വിളിക്കുന്നത്. അർവാഹ് എന്നാൽ റൂഹുകൾ അഥവാ ആത്മാക്കൾ എന്നാണ് അർത്ഥം. ഇതിനെക്കുറിച്ച് ലളിതമായി നമുക്ക് ഒന്ന് നോക്കാം. ആത്മാക്കളുടെ ലോകം, ശരീരം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എല്ലാ മനുഷ്യരുടെ ആത്മാക്കളെയും സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ അവസ്ഥയാണ് ആലമുൽ അർവാഹ് എന്ന് പറയുന്നത്. ആദ്യത്തെ കരാർ. ഈ ലോകത്ത് വെച്ചാണ് അള്ളാഹു എല്ലാ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടി ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് ചോദിച്ചതും എല്ലാവരും അതേ എന്ന് സാക്ഷ്യം നൽകിയതും. ഇതിനെയാണ് അലസ്തു കരാർ എന്ന് വിളിക്കുന്നത്. യാത്രയുടെ ഘട്ടങ്ങൾ. ഇസ്ലാമിക വീക്ഷണത്തിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വിവിധ ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ആലമുൽ അർവാഹ്. അതിനുശേഷമാണ് ഗർഭാശയവും ഈ ദുനിയാവും ഖബറും പരലോകവും ഒക്കെ വരുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ആത്മാക്കളുടെ ആദിമ വസതിയാണ് ഇത്. ഇതിനെക്കുറിച്ച് ഖുർആനിലും മറ്റു സൂക്തങ്ങളിൽ നിന്നെല്ലാം കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് നോക്കാം. തീർച്ചയായും ആലമുൽ അർവാഹിലെ ആ സുപ്രധാന കരാറിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ഖുർആനിലെ പരാമർശം നമുക്ക് നോക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്റാഫിലെ 172 വചനത്തിലാണ് ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത്. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തെടുക്കുകയും അവരുടെ മേൽ അവരെ തന്നെ സാക്ഷികളാക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവൻ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഞങ്ങൾ ഇതിനെപ്പറ്റി അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ് അത്. ഈ കരാറിനെ ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇതിൻ്റെ പ്രധാന വശങ്ങൾ ഇവയാണ്. ഓരോ കുഞ്ഞും ജനിക്കുന്നത് ഏകദൈവ വിശ്വാസത്തോടുള്ള താല്പര്യത്തോടെയാണ്. ഇത് പറയാൻ കാരണം ഈ കരാറാണ്. നമ്മുടെ ഉപബോധ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് ഈ ലോകത്ത് വെച്ച് തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. ഉത്തരവാദിത്വം. പരലോകത്ത് വെച്ച് ഞാൻ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് ആർക്കും വാദിക്കാൻ കഴിയില്ലെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർ തമ്മിൽ ഈ ലോകത്ത് കാണുന്ന പ്രത്യേക അടുപ്പത്തിന് കാരണം ആലമുൽ അർവാഹിലെ പരിചയമാണെന്ന് ചില ഹദീസുകളിൽ കാണാം. അവിടെ വെച്ച് പരസ്പരം പരിചയപ്പെട്ട ആത്മാക്കൾ ഇവിടെയും അടുപ്പം കാണിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പ്രമുഖമായ ഒരു ഹദീസ് ഇപ്രകാരം വ്യക്തമാക്കുന്നുണ്ട്. ആത്മാക്കൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട സൈന്യങ്ങളെ പോലെയാണ്. അവിടെ വെച്ച് പരസ്പരം തിരിച്ചറിഞ്ഞവർ ഇവിടെ ഇണങ്ങുന്നു. അവിടെ വെച്ച് അപരിചിതരായവർ ഇവിടെ ഭിന്നിക്കുകയും ചെയ്യുന്നു. ഇത് സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. ആലമുൽ അർവാഹിൽ ആത്മാക്കൾ എത്ര കാലം ഉണ്ടായിരുന്നു എന്നതിന് ഖുർആനിലോ ഹദീസുകളിലോ കൃത്യമായ ഒരു ദിവസക്കണക്കോ വർഷങ്ങളോ നൽകപ്പെട്ടിട്ടില്ല. ഇതിന് ചില പ്രധാന കാരണങ്ങളുമുണ്ട്. കാലത്തിന് അതീതം. നമ്മൾ ഇന്ന് കണക്കാക്കുന്ന സെക്കൻഡുകളും മിനിറ്റുകളും അല്ലെങ്കിൽ വർഷങ്ങൾ പോലും എന്നത് സൂര്യൻ്റെയും ഭൂമിയുടെയും ചലനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ആത്മാക്കളുടെ ലോകം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു അവസ്ഥയിലാണ്. അവിടെ നമ്മുടെ ഈ സമയക്രമങ്ങളൊന്നും ബാധകമായിരിക്കുകയില്ല. നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഈ ഒരു സമയമായിരിക്കില്ല മറ്റൊരു ബ്ലാക്ക് ഹോളിലുള്ള സമയമെന്നത്. ഇവിടുത്തെ സെക്കൻഡുകൾ പോലും അവിടെ വർഷങ്ങളായിരിക്കുമെന്ന് ഇന്ന് സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. രഹസ്യമായ അറിവ്. മനുഷ്യബുദ്ധിക്ക് അളക്കാൻ കഴിയാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ ദൈർഘ്യം അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുമില്ല. സൃഷ്ടിപ്പിൻ്റെ ക്രമം. ആദം നബിയെ സൃഷ്ടിച്ച സമയത്തോ അതിനു മുമ്പോ ആണ് അള്ളാഹു എല്ലാ ആത്മാക്കളെയും അള്ളാഹു സൃഷ്ടിച്ചതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ ഓരോ ആത്മാവും അവരവരുടെ ജനന സമയം എത്തുന്നതുവരെ ആ ലോകത്ത് തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ ഓരോ വ്യക്തിയുടെയും ആത്മാവ് ആലമുൽ അർവാഹിൽ കഴിഞ്ഞുകൂടുന്ന കാലയളവ് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, ആദ്യ മനുഷ്യനായ ആദം നബിയുടെ കാലത്ത് ജനിച്ചവരും ഇനി വരാനിരിക്കുന്നവരും ആലമുൽ അർവാഹിൽ ഒരേ സമയത്താണെന്ന് സാക്ഷ്യം നൽകിയത്.
എന്നാൽ ഭൂമിയിലേക്കുള്ള അവരുടെ വരവ് വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണല്ലോ. അപ്പോൾ ആദം നബി അവിടെ ഉണ്ടായിരുന്നുവോ? അതെ, തീർച്ചയായും ആലമുൽ അർവാഹിൽ ആദം നബി ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അവിടുത്തെ സാന്നിധ്യത്തിലാണ് ഈ വലിയ സംഭവങ്ങളെല്ലാം നടന്നത് എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യ പിതാവ് എന്ന സ്ഥാനം. അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മുതുകിൽ നിന്ന് അല്ലെങ്കിൽ വലതു ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ മക്കളായ ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും പുറത്തെടുത്തു എന്നാണ് വിവരിക്കപ്പെടുന്നത്. ആ ലോകത്ത് വെച്ച് തൻ്റെ സന്താന പരമ്പരകളെ ആദം നബി കണ്ടു എന്ന് ഹദീസുകളിൽ കാണാം. അവരിൽ ചിലരുടെ നെറ്റിയിൽ പ്രകാശം തിളങ്ങുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുകയും അത് ആരൊക്കെയാണെന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്തതായിട്ട് പറയുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രകാശമുള്ള ഒരാളെ കണ്ട് അത് ആരാണെന്ന് ആദം നബി ചോദിച്ചപ്പോൾ അത് ദാവൂദ് എന്ന മകനാണെന്ന് അള്ളാഹു മറുപടി നൽകി. അദ്ദേഹത്തിന് ആയുസ് കുറവാണെന്ന് കണ്ടപ്പോൾ ആദം നബി തൻ്റെ ആയുസ്സിൽ നിന്ന് 40 വർഷം ദാവൂദ് നബിക്ക് നൽകാൻ തയ്യാറായതായിട്ടും ചരിത്രത്തിൽ വിവരണങ്ങളുണ്ട്. എല്ലാവരോടുമൊപ്പം ആദം നബിയും അള്ളാഹു രക്ഷിതാവെന്ന് അംഗീകരിക്കുകയും സാക്ഷി നൽകുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ആലമുൽ അർവാഹിലെ കരാർ നടക്കുന്നത് ആദം നബിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ്. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പിതാവ് എന്ന നിലയിൽ അദ്ദേഹം ആ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. ആദം നബിയും ദാവൂദ് നബിയും തമ്മിലുള്ള ആ ആയുസ് കൈമാറ്റത്തിൻ്റെ കഥ നമുക്ക് കൂടുതലായിട്ട് ഒന്ന് നോക്കാം. ആദം നബിയും ദാവൂദ് നബിയും തമ്മിലുള്ള ആയുസ് കൈമാറ്റത്തിൻ്റെ ചരിത്രം വളരെ രസകരവും ചിന്തനീയവുമാണ്. പ്രമുഖ ഹദീസ് ഗ്രന്ഥമായ തിർമിദിയിൽ ഇത് വിവരിക്കുന്നുമുണ്ട്. ആ സംഭവത്തിൻ്റെ ചുരുക്കം നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു ആദം നബിക്ക് അദ്ദേഹത്തിൻ്റെ ഭാവി തലമുറകളെ കാണിച്ചു കൊടുത്തു. ആ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഒരാളുടെ കണ്ണുകൾക്കിടയിൽ മാത്രം പ്രത്യേകമായ ഒരു പ്രകാശം ആദം നബി ശ്രദ്ധിച്ചു. അത്ഭുതത്തോടെ അദ്ദേഹം ചോദിച്ചു, എൻ്റെ രക്ഷിതാവേ, ആരാണിത്? അള്ളാഹു മറുപടി നൽകി, ഇത് നിൻ്റെ മക്കളിൽ പിൽക്കാലത്ത് വരാനിരിക്കുന്ന ദാവൂദാണ്. ദാവൂദ് നബിയുടെ ആയുസ് എത്രയാണെന്ന് ആദം നബി അന്വേഷിച്ചപ്പോൾ 60 വർഷം മാത്രമാണെന്ന് അള്ളാഹു അറിയിച്ചു. ഒരു പ്രവാചകൻ കൂടിയായ തൻ്റെ മകന് നൽകിയ ആയുസ് വളരെ കുറവാണെന്ന് തോന്നിയ ആദം നബി ചോദിച്ചു, രക്ഷിതാവേ, അദ്ദേഹത്തിന് എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു 40 വർഷം കൂടി നൽകിയാലും? അള്ളാഹു അത് അംഗീകരിക്കുകയും ആ കരാർ രേഖപ്പെടുത്തുകയും ചെയ്തു. ആദം നബിക്ക് നിശ്ചയിച്ചിരുന്ന ആയുസ് 1000 വർഷങ്ങളായിരുന്നു. കാലങ്ങൾ പിന്നും കടന്നുപോയി. അദ്ദേഹത്തിനിപ്പോൾ 960 വർഷം പ്രായമായപ്പോൾ മരണത്തിൻ്റെ മലക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ എടുക്കാനായി എത്തി. അപ്പോൾ ആദം നബി പറഞ്ഞു, എനിക്കിനി 40 വർഷം കൂടി ബാക്കിയുണ്ടല്ലോ എന്ന്. മലക്ക് ഉടൻ തന്നെ മറുപടി നൽകി, ഇല്ല, അങ്ങ് ആ 40 വർഷം നിങ്ങളുടെ മകന് നൽകിയതായി ഓർക്കുന്നുണ്ടോ? എന്നാൽ ആദം നബി ആ പഴയ കരാർ മറന്നുപോയിരുന്നു. അദ്ദേഹം അത് നിഷേധിച്ചു. ആദം നബി മറന്നതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കളായ മനുഷ്യരും പലതും മറക്കുന്നവരായി മാറി. ഇതാണ് ഹദീസിൽ പറയുന്നത്. ആദം നബി മറന്നെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ ആദം നബി 960 വയസ്സിലും ദാവൂദ് നബി 60 + 40 100-ാം വയസ്സിലും അന്തരിച്ചു. ഈ സംഭവത്തിൻ്റെ പാഠം മനുഷ്യർ സ്വാഭാവികമായും മറവിയുള്ളവനാണ് എന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കണമെന്നും സാക്ഷികളെ വെക്കണമെന്നും ഇസ്ലാം പറയുന്നത്. ഇനി നമുക്ക് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് നോക്കാം. ആലമുൽ അർവാഹിൽ മുഹമ്മദ് നബിയുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ സവിശേഷവും ഉന്നതവുമാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരും സൂഫി ചിന്തകരും ഇതിനെ നൂറി മുഹമ്മദി എന്ന് പറയുന്നു. മുഹമ്മദീയ പ്രകാശം എന്നാണ് ഇതിന് അർത്ഥം. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചില ഹദീസുകളുടെയും പണ്ഡിത വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു പ്രപഞ്ചത്തിൽ ആദ്യമായി സൃഷ്ടിച്ചത് മുഹമ്മദ് നബിയുടെ പ്രകാശത്തെയാണ് എന്ന് പറയപ്പെടുന്നു. ആദം നബിയെ മണ്ണും ആത്മാവും തമ്മിലുള്ള ഘട്ടത്തിലായിരുന്നപ്പോൾ തന്നെ ഞാൻ പ്രവാചകനായിരുന്നു എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ അരുളിയിട്ടുണ്ട്. ആത്മാക്കളുടെ ലോകത്ത് വെച്ച് എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു ഒരു പ്രത്യേക കരാർ വാങ്ങിയിരുന്നു. ഇതിനെക്കുറിച്ച് ഖുർആൻ 3:81 വിവരിക്കുന്നുണ്ട്. പിൽക്കാലത്ത് മുഹമ്മദ് നബി വരുമ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണമെന്നും അദ്ദേഹത്തെ സഹായിക്കണമെന്നും അള്ളാഹു എല്ലാ പ്രവാചകന്മാരോടും കൽപ്പിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ സ്ഥാനം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാം. പ്രകാശത്തിൻ്റെ തിളക്കം. ആദം നബി തൻ്റെ മക്കളായ ആത്മാക്കളെ കണ്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രകാശം ചിതറുന്ന ആത്മാവ് മുഹമ്മദ് നബിയുടേതായിരുന്നു. തൻ്റെ മക്കളിൽ ഇത്രയും ഉന്നതനായ ഒരാളെ കണ്ടപ്പോൾ ആദം നബിക്ക് വളരെയേറെ സന്തോഷം തോന്നിയതായി ചരിത്ര വിവരണങ്ങളിൽ കാണാം.
മഖാമുൽ മഹ്മൂദ്. ആത്മാക്കളുടെ ലോകം മുതൽ പരലോകം വരെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയാണ്. ആലമുൽ അർവാഹിൽ വെച്ച് തന്നെ അഹമ്മദ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ മറ്റ് ആത്മാക്കളെപ്പോലെ ഒരു ആത്മാവായിരുന്നില്ല അദ്ദേഹം. മറിച്ച് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണന ലഭിച്ച പ്രവാചകന്മാരുടെ നേതാവായ സയ്യിദുൽ അംബിയാ എന്ന പ്രകാശമായിരുന്നു അദ്ദേഹം. പ്രവാചകൻ്റെ ഈ പ്രകാശം ആദം നബിയിൽ നിന്ന് പിന്നീട് വന്ന പ്രവാചകന്മാരിലൂടെയും പുണ്യപുരുഷന്മാരിലൂടെയും കൈമാറി. ആലമുൽ അർവാഹിൽ മുഹമ്മദ് നബി നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് ഹദീസുകളിലും ആധികാരികമായ ആത്മീയ വിവരണങ്ങളിലും പരാമർശിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കേവലം ഒരു ആത്മാവായി അവിടെ ഇരിക്കുകയല്ല, മറിച്ച് വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു അവിടുന്ന്. അവിടെ നടന്ന പ്രധാന കാര്യങ്ങൾ ഇവയെല്ലാമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാൻ 81 അനുസരിച്ച് അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും ഒരിടത്ത് ഒരുമിച്ച് കൂട്ടി ഒരു കരാർ വാങ്ങുകയുണ്ടായി. മുഹമ്മദ് നബി വരുമ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കണമെന്നും സഹായിക്കണമെന്നുമായിരുന്നു അത്. ഈ സഭയിൽ എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായി പ്രവാചകൻ മുഹമ്മദ് നബി നിലകൊണ്ടു. അള്ളാഹുവിനെ സ്തുതിക്കൽ. ചില ആത്മീയ വിവരണങ്ങൾ പ്രകാരം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ നൂറിനെ, അതായത് പ്രകാശത്തെ സൃഷ്ടിച്ചപ്പോൾ ആ പ്രകാശം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ തുടങ്ങി, അതായത് സ്തുതിക്കാൻ തുടങ്ങി. ഈ തസ്ബീഹ് കേട്ടാണ് മറ്റ് ആത്മാക്കൾ അള്ളാഹുവിനെ സ്തുതിക്കാൻ പഠിച്ചത് എന്ന് പറയപ്പെടുന്നു. അതായത് ആത്മാക്കളുടെ ലോകത്തെ ആദ്യത്തെ അധ്യാപകനായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി. പ്രവാചകൻ നൽകിയ സാക്ഷ്യം. അള്ളാഹു ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് ചോദിച്ചപ്പോൾ അലസ്തു കരാർ ഏറ്റവും ആവേശത്തോടെയും വ്യക്തതയോടെയും ബല അതെ എന്ന് മറുപടി നൽകിയത് മുഹമ്മദ് നബിയായിരുന്നു. ആ മറുപടിയുടെ കരുത്താണ് മറ്റ് ആത്മാക്കൾക്ക് ധൈര്യം പകർന്നത്. ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ട ശേഷം തൻ്റെ മക്കളുടെ ആത്മാക്കളെ നോക്കിയപ്പോൾ പലരും പാപങ്ങൾ ചെയ്യുന്നത് കണ്ട് അദ്ദേഹം ദുഃഖിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ പ്രകാശപൂർണമായ മുഹമ്മദ് നബിയുടെ ആത്മാവിനെ കണ്ടപ്പോൾ ആദം നബിയുടെ ദുഃഖം മാറുകയും അദ്ദേഹം ആശ്വസിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. പരലോകത്ത് വെച്ച് പാപികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അധികാരം പ്രവാചകന് ലഭിക്കുന്നത് ആലമുൽ അർവാഹിൽ വെച്ച് തന്നെയായിരുന്നു. അവിടെ വെച്ച് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അന്ന് തന്നെ മറ്റ് പ്രവാചകന്മാർക്കും ആത്മാക്കൾക്കും അവിടുത്തെ ഔന്നത്യം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ ആലമുൽ അർവാഹിൽ വെച്ച് തന്നെ പ്രവാചകന്മാരുടെ നേതാവായ ആലമുൽ അംബിയാ, അതായത് അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ഇഷ്ടദാസനായും നബി ആദരിക്കപ്പെട്ടു. ഇനി അവിടെ മറ്റു മതക്കാരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആലമുൽ അർവാഹിൽ മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മൾ കാണുന്ന രീതിയിലുള്ള മതപരമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് ഇസ്ലാമിക വീക്ഷണം ഇപ്രകാരമാണ്. എല്ലാ ആത്മാക്കളും ഒരുപോലെ ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയ ഘട്ടമാണിത്. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നിങ്ങനെയുള്ള വിഭജനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ആത്മാക്കൾ മാത്രമായിരുന്നു. എല്ലാവരും നൽകിയ സാക്ഷ്യം. അള്ളാഹു ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും ആത്മാക്കൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ അതെ, നീ ഞങ്ങളുടെ രക്ഷിതാവാണ് എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഓരോ കുഞ്ഞും ജനിക്കുന്നത് ഏകദൈവ വിശ്വാസത്തോടു കൂടിയാണ്. ഇതിനെയാണ് ഫിത്ര എന്ന് വിളിക്കപ്പെടുന്നത്. പിന്നീട് അവർ വളരുന്ന സാഹചര്യവും മാതാപിതാക്കളും ചുറ്റുപാടുകളുമാണ് അവരെ വിവിധ മതക്കാരോ വിശ്വാസക്കാരോ ആക്കി മാറ്റുന്നത്. മറവി. ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ പഴയ കരാർ മറന്നു പോകുന്നു. എങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഏതോ ഒരു അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും മനുഷ്യൻ പ്രേരിതനാകുന്നത് ആലമുൽ അർവാഹിൽ വെച്ച് നൽകിയ ആ കരാറിൻ്റെ അംശം ഉള്ളിലുള്ളതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ആലമുൽ അർവാഹിൽ വെച്ച് നമ്മളെല്ലാവരും ഒന്നായിരുന്നു. ഭൂമിയിലെ പരീക്ഷണ ഘട്ടത്തിലാണ് മനുഷ്യർ വിവിധ വിശ്വാസങ്ങളിലേക്കും മതങ്ങളിലേക്കും തിരിഞ്ഞു പോയത്. ഈ കരാർ നമ്മൾ മറന്നുപോകാൻ കാരണമെന്താണ്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആത്മാക്കളുടെ യാത്രയും സുപ്രധാന കരാർ നമ്മൾ മറന്നുപോയതിൻ്റെ കാരണവും വളരെ ചിന്തനീയമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ കരാർ മറന്നുപോയത്? ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹുവുമായി നടത്തിയ ആ വലിയ കരാർ ഇപ്പോൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയില്ല. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത്. പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം. ഈ ദുനിയാവ്, അതായത് ഭൂമി, ഒരു പരീക്ഷണശാലയാണ്.
എല്ലാം ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ അവിടെ പരീക്ഷണത്തിന് പ്രസക്തി ഉണ്ടാവുകയില്ല. അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ് മനുഷ്യൻ്റെ പരീക്ഷണം. പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ പുസ്തകം നോക്കാൻ അനുവാദമില്ലാത്തതുപോലെയാണിത്. ഭൗതികമായ ആവരണം. ആത്മാവ് ശരീരവുമായി ചേരുമ്പോൾ അത് പഞ്ചേന്ദ്രിയങ്ങളുടെയും കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ ഭൗതിക ലോകത്തിൻ്റെ സ്വാധീനത്തിലാകുന്നു. ഈ ഭൗതികമായ തിരക്കുകൾക്കിടയിൽ ആത്മീയമായ ആ പഴയ ഓർമ്മകൾ മാഞ്ഞു പോകുന്നു. അള്ളാഹുവിൻ്റെ യുക്തി. മനുഷ്യൻ തൻ്റെ ബുദ്ധിയും വിവേകവും പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളും ഉപയോഗിച്ച് ആ സത്യം സ്വയം കണ്ടെത്തണമെന്നതാണ് അള്ളാഹുവിൻ്റെ താല്പര്യം. എങ്കിലും ആ ഓർമ്മയുടെ ഒരു നേർത്ത അംശം ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യനും ഒരു വലിയ അപകടം വരുമ്പോൾ അറിയാതെ ദൈവത്തെ വിളിച്ചു പോകുന്നത്. ആത്മാവ് ഭൂമിയിലേക്ക് വരുന്ന ഘട്ടങ്ങൾ. ഇസ്ലാമിക വീക്ഷണപ്രകാരം ഒരു ആത്മാവ് അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്താൻ പ്രധാനമായും 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആലമുൽ അർവാഹ്, അതായത് ആത്മാക്കളുടെ ഈ ലോകം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഘട്ടം. ഇവിടെ ശരീരമില്ലാതെ ആത്മാക്കൾ മാത്രം നിലകൊള്ളുന്നു. ഗർഭാശയം, ആലമുൽ അർഹാം. ഗർഭസ്ഥ ശിശുവിന് ഏകദേശം 120 ദിവസം, അതായത് 4 മാസം പ്രായമാകുമ്പോൾ അള്ളാഹു മലക്ക് വഴി ആത്മാവിനെ ശരീരത്തിലേക്ക് ഊതുന്നു. ഇതോടെ ആത്മാവ് ഭൗതിക ശരീരവുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. ഈ ദുനിയാവ്, ഭൗതിക ലോകം. ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം ഇവിടെയാണ് നമ്മളുടെ പരീക്ഷണം നടക്കുന്നത്. ബർസക്ക്, അതായത് ഖബർ ജീവിതം. മരണശേഷം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് പരലോകം വരുന്നതുവരെ കഴിയുന്ന ഇടനില ലോകമാണ് ഇത്. ഇവിടെ വെച്ച് ആത്മാവ് അതിൻ്റെ ഭൂമിയിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് സുഖമോ ശിക്ഷയോ അനുഭവിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. ആഖിറത്ത്, അതായത് പരലോകം. അവസാനത്തെ ലോകമായി ഇതിനെ കണക്കാക്കുന്നു. ഇവിടെ വെച്ച് എല്ലാവരും പുനർജന്മം നേടുകയും വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ നീങ്ങുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ നാം ഓരോ ദീർഘയാത്രയിലാണ്. അതിൻ്റെ ആദ്യ സ്റ്റേഷനായിരുന്നു ആലമുൽ അർവാഹ്. ആ യാത്രയുടെ ലക്ഷ്യം അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നത് മാത്രമാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന ആ മരണത്തിൻ്റെ ഘട്ടത്തെ, അതായത് ബർസക്കിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് നാം ഭൂമിയിൽ വരാൻ തയ്യാറാകുന്നത്, നമ്മുടെ ജീവിതം നമുക്ക് അവിടെ വെച്ച് അറിയാൻ പറ്റുമോ എന്നുകൂടെ ഒന്ന് നോക്കാം. ഭൂമിയിലേക്കുള്ള നമ്മുടെ വരവും അവിടെ വെച്ച് നമുക്ക് നൽകപ്പെട്ട അറിവും വളരെ രഹസ്യാത്മകവും എന്നാൽ ആവേശകരവുമായ ഒന്നാണ്. ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ഇങ്ങനെ വിശദീകരിക്കാം. എങ്ങനെയാണ് നാം ഭൂമിയിലേക്ക് വരാൻ തയ്യാറാകുന്നത്? ആലമുൽ അർവാഹിൽ വെച്ച് കരാർ പൂർത്തിയാക്കിയ ശേഷം ആത്മാക്കൾ അള്ളാഹു നിശ്ചയിച്ച ഒരു ക്രമത്തിൽ കാത്തിരിക്കുകയാണ്. നാം സ്വയം തയ്യാറായി വരുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ് ഓരോ ആത്മാവും ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട സമയം. ഓരോ ആത്മാവും ഏത് മാതാപിതാക്കൾക്ക് ജനിക്കണം, ഏത് നാട്ടിൽ ജനിക്കണം എന്നത് അള്ളാഹു നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. മലക്കിൻ്റെ ദൗത്യം ഇവിടെ എന്താണ്? ഗർഭപാത്രത്തിൽ ശിശുവിന് 120 ദിവസം പ്രായമാകുമ്പോൾ അള്ളാഹു ഒരു മലക്കിനെ അയക്കുന്നു. ആ മലക്ക് ആത്മാവിൻ്റെ ശരീരത്തിലേക്ക് ഊതുകയും കൂടെ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. 1. അവൻ്റെ ഭക്ഷണം. 2. അവൻ്റെ ആയുസ്. 3. അവൻ്റെ കർമ്മങ്ങൾ. 4. അവൻ സൗഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്നത്. നമ്മുടെ ജീവിതം അവിടെ വെച്ച് നമുക്ക് അറിയാൻ പറ്റുമോ? ഇക്കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 പ്രധാന അഭിപ്രായങ്ങളാണ് ഉള്ളത്. പൊതുവായ അറിവ്. ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിവ് നൽകിയിരിക്കുന്നു. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. എന്നാൽ ജീവിതത്തിലെ ഓരോ ദിവസം എന്ത് സംഭവിക്കുമെന്ന ഡീറ്റെയിൽസ് നമുക്ക് നൽകപ്പെട്ടതായി വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ഇല്ല. ചില സൂചനകൾ. എന്നാൽ ചില വിവരണങ്ങൾ സൂചിപ്പിക്കുന്നത് ആത്മാക്കൾക്ക് അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ചില അവ്യക്തമായ സൂചനകൾ നൽകപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഈ സംഭവം എവിടെയോ മുമ്പ് നടന്നതുപോലെ. ഇത് ആലമുൽ അർവാഹിൽ വെച്ച് കണ്ട കാര്യങ്ങളുടെ ഒരു നേർത്ത ഓർമ്മയാണെന്ന് ചില ആത്മീയ ജ്ഞാനികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വെളിപ്പെടുത്തൽ. ആദം നബിക്ക് തൻ്റെ സന്താനങ്ങളെ കാണിച്ചു കൊടുത്തപ്പോൾ ഓരോരുത്തരുടെയും അവസ്ഥകൾ, ആർക്കൊക്കെ പ്രകാശമുണ്ട് ആർക്കൊക്കെ ഇല്ല എന്നത് അദ്ദേഹം കണ്ടിരുന്നു. എന്നാൽ സാധാരണ ആത്മാക്കൾക്ക് മറ്റുള്ളവരുടെ ജീവിതം കാണാൻ സാധിക്കുമായിരുന്നതുമില്ല. നാം ഈ ജീവിതം തിരഞ്ഞെടുത്തതാണോ? ഖുർആനിലെ ഒരു വചനത്തിൽ, അതായത് സൂറത്തുൽ അഹ്സാബ് 72, അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു ഈ ലോകത്തെ അമാനത്ത്, അതായത് ഉത്തരവാദിത്തം, ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും മുന്നിൽ വെച്ചു. എന്നാൽ അവർ അത് ഏറ്റെടുക്കാൻ ഭയപ്പെട്ടു നിന്നു. പക്ഷെ മനുഷ്യനാകട്ടെ അത് ഏറ്റെടുത്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ആലമുൽ അർവാഹിൽ വെച്ച് ഈ ഭൂമിയിലെ പരീക്ഷണം നേരിടാൻ നാം ഓരോരുത്തരും ആത്മീയമായി ഒരു സമ്മതം നൽകിയിട്ടുണ്ട്.
എന്നാൽ ഭൂമിയിലെ സുഖസൗകര്യങ്ങളിൽ മുഴുകുമ്പോൾ നാം ആ ധീരമായ തീരുമാനം മറന്നു പോകാറാണ് ചെയ്യാറുള്ളത്. മരണത്തിന് ശേഷം ബർസക്ക് എന്ന ഒരു ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാർ, മറ്റു മതങ്ങളിലുള്ള കൂട്ടുകാരെയൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാൻ സാധിക്കുമോ? സാധിക്കുമെന്ന് തന്നെയാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അത് എപ്രകാരമാണ് എന്ന് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നോക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറിയേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.